ഇങ്ങനെ മടക്കാനും തുറക്കാനും വരുന്ന ഫോൾഡ് ഫോണുകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഈ ഫോണുകൾ പലരും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര വെയിറ്റ് കൂടുതലാണ്, കൊണ്ടു നടക്കാൻ ബൾക്കിയാണ്, സ്ലിം അല്ല, ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് പോരാ, ബിൽറ്റ് ക്വാളിറ്റി പോരാ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരം, എല്ലാത്തിനും പരിഹാരമാണ് ഈ ഒരു ഫോൺ. ഇന്ത്യ സ്ലിമ്മസ്റ്റ് ഫോൾഡിംഗ് ഫോൺ എന്ന് പറയുന്ന വിവോയുടെ എക്സ് ഫോൾഡ് 3 Pro എന്ന് പറയുന്ന ഈ ഫോണിൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ്. ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുന്നില്ല, കാണിക്കാം. ഇതാണ് ഫോൾഡ് 3 Proയുടെ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഫോണാണ് ഇരിക്കും. സെലസ്റ്റിയൽ ബ്ലാക്ക് എന്ന കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ കളർ. ബോക്സിൽ കുറെ ഡോക്യുമെന്റേഷനും പിന്നെ 100 വാട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്, ചാർജിംഗ് കേബിളും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് മാറ്റി വെക്കാം, ഫോണിലേക്ക് വരാം. അപ്പൊ ഇതാണ് ഈ ഒരു ഫോൺ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, 236 ഗ്രാമൊക്കെ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇന്ത്യസ് ലേറ്റസ്റ്റ് ഫോൾഡിംഗ് ഫോൺ എന്ന് തന്നെ ഇതിനെ പറയാം. സ്ലിം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഫോൺ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാം അതിന്റെയൊക്കെ പകുതിക്കേ വരുന്നുള്ളൂ. ഒരു പെൻസിൽ വെച്ച് നോക്കിയാൽ അതിന്റെയും പകുതിക്കൊക്കെ തന്നെ ഏകദേശം വരുന്നുള്ളൂ. സോ അത്രയും സ്ലിം ആണ്. അൺഫോൾഡ് തിക്നെസ്, തുറന്ന് വെച്ചിരിക്കുമ്പോൾ തിക്നെസ് 5.2 mm ഉള്ളൂ. ഫോൾഡ് ചെയ്താൽ തന്നെ 11.2 mm ഉള്ളൂ. സോ ഇന്ത്യസ് ലേറ്റസ്റ്റ് ഫോൾഡിംഗ് ഫോൺ, അതേപോലെ ഇന്ത്യസ് സ്ലിമ്മസ്റ്റ് ഫോൾഡിംഗ് ഫോൺ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇതിന്റെ പ്രൊട്ടക്ഷനും ഒട്ടും മോശമല്ല. ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ വന്നിട്ട് ആർമർ ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു. ബാക്കിലാണെങ്കിൽ ആർമർ ബാക്ക് കവർ, ഗ്ലാസ് ഫൈബർ ഒക്കെയാണ്, നല്ല സ്ട്രോങ് ആണ്. അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ യാതൊരു വിഷയമില്ല. മെയിൻ ഡിസ്പ്ലേയിൽ സൂപ്പർ ടെൻസൈൽ UTG+ ഇമ്പാക്ട് റെസിസ്റ്റന്റ് ഫിലിം എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും സ്ട്രെങ്ത്തിന് കംപ്ലൈന്റ് ഇല്ല. 100 തവണ വെച്ച് നിങ്ങൾ ഒരു ദിവസം ഇത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ 12 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്രയും സ്ട്രോങ്. 12 വർഷം എന്ന് പറയുമ്പോഴും ഇതൊരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്, ആ രീതിയിൽ തന്നെ എടുക്കുക. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടും അടിപൊളി ഡിസ്പ്ലേ ആണ്. 6.3 ഇഞ്ച് വരുന്ന കവർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ചെറിയ കർവ് ഒക്കെ ഉണ്ട് അതിന്. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. മെയിൻ ഡിസ്പ്ലേ E7 AMOLED ഡിസ്പ്ലേ ആണ്. അതും 120 ഹെർട്സ് ആണ്, ഒരു വിഷയമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം 4500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 8.03 ഇഞ്ച് വരുന്ന 2K+ ഡിസ്പ്ലേ ആണ്. കൂടുതൽ 1 ഹെർട്സിന്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതേപോലെ ഡുവൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, കവർ സ്ക്രീനിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓപ്പൺ ചെയ്ത മെയിൻ സ്ക്രീനിലും റൈറ്റ് സൈഡിലായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 3D അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. സോ ഡിസ്പ്ലേയുടെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യസ് ബ്രൈറ്റസ്റ്റ് ഫോൾഡിംഗ് ഫോൺ ആണ്. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഡിസ്പ്ലേ ഉള്ള ഫോൾഡിംഗ് ഫോണും ഇത് തന്നെയാണ്. എല്ലാ മേഖലയിലും ബെസ്റ്റ് ആണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇതും ബെസ്റ്റ് ആണ്. ഇനി ഇതിന്റെ ബാറ്ററി ആൻഡ് ചാർജിംഗിലേക്ക് വരുമ്പോഴും അവർ പറയുന്നത് ഇത് ഇന്ത്യസ് ബെസ്റ്റ് ആണെന്നാണ്. അതായത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബാറ്ററി ഉള്ള ഫോൾഡിംഗ് ഫോണാണ്. 5700 mAh ബാറ്ററി. ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ചാർജിംഗ് എന്നാണ് അവർ പറയുന്നത്. അതായത് 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നോക്കുമ്പോൾ ശരിയാണ് താനും. ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ചാർജിംഗ് ഫോൺ തന്നെയാണ്. സോ ബാറ്ററി ആൻഡ് ചാർജിംഗ് മേഖലകളിലും ബെസ്റ്റ് കൊടുത്തിരിക്കുന്നവർ. ഇനി പെർഫോമൻസിലും അവർ പറയുന്നത് ഇന്ത്യസ് ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ഫോൾഡിംഗ് ഫോൺ എന്നാണ്. അതും ശരിയാണ്. വേറൊരു ഫോൾഡിംഗ് ഫോൺ 8 Gen 3 ഇല്ല ഇപ്പൊ ഇന്ത്യയിൽ. ഒപ്പം തന്നെ LPDDR5X റാമും UFS 4.0 സ്റ്റോറേജും വരുന്നുണ്ട്. 16 GB റാമിന്റെ ഫോണാണ് വരുന്നത്. പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂ ഇല്ല. PUBG ഒക്കെ സ്മൂത്ത് എക്സ്ട്രീം പ്ലസിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി ഞാനിവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. രണ്ടായാലും ഒരു വിഷയമില്ലാതെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൽ പ്രശ്നമൊന്നും വരാനില്ല. കാരണം 8 Gen 3 ആണ്. അതേപോലെ തന്നെ നല്ല റാമും സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. സോ പെർഫോമൻസ് അവിടെ ഉണ്ടാവണം, അതുണ്ട്. പിന്നെ ഇതിന്റെ UIയിൽ FunTouch OS 14 ആണ് വരുന്നത്. Android 14 ബേസ്ഡ് തന്നെയാണ്, ലേറ്റസ്റ്റ് ആണ്. ഇനി ഇതിന്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് വിവോ ഫോൺ എന്ന് പറയുമ്പോൾ അതിൽ ക്യാമറയാണ്. എല്ലാവരും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നോക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ വരുന്നത് 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. OIS സപ്പോർട്ട് അടക്കം. VCS ട്രൂ കളർ മെയിൻ ക്യാമറ എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല കളറൊക്കെയുള്ള ഫോട്ടോസ് കിട്ടുമെന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. പിന്നെ ഇതിൽ വിവോയുടെ കസ്റ്റമൈസ്ഡ് ആയി V3 ചിപ്പ് ഒക്കെ വരുന്നുണ്ട് ക്യാമറയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട്. അതിന്റെ റിസൾട്ട് കൂടിയാണ് നമ്മൾ ഈ കാണുന്ന ക്വാളിറ്റി. പിന്നെ 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. 64 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ സെൻസർ വരുന്നുണ്ട്. അതിൽ 3x ഒപ്റ്റിക്കൽ സൂം, 3x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. 100x വരെ ഡിജിറ്റൽ സൂം ചെയ്യാം. പിന്നെ ഞാൻ സൂം ചെയ്ത് നോക്കി. നമുക്ക് നോർമൽ 1x 2x 3x 10x ഒക്കെ അടിപൊളി ക്വാളിറ്റി തന്നെയാണ്. 100x വരെ നിങ്ങൾക്ക് സൂം ചെയ്യാം. അതിന്റെ സാമ്പിൾ ഇവിടെ കാണാം. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ കവർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. തുറന്നാലും ഉണ്ട് അവിടെയും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇവരുടെ ഫോണുകളിൽ മികച്ച പോർട്രേറ്റ് ഫോട്ടോസ് കിട്ടുമെന്നുള്ളതാണ്. സെയ്സ് മൾട്ടി ഫോക്കൽ പോർട്രേറ്റ് ആണ് വരുന്നത്. ഇവിടെ കാണാൻ സാമ്പിളുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നന്നായിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. പിന്നെ 4K തന്നെ പോർട്രേറ്റ് വീഡിയോസ്, നമുക്ക് സിനിമാറ്റിക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ സാമ്പിളും ഇവിടെ കാണാം. പിന്നെ വീഡിയോ ക്വാളിറ്റിയിലൊന്നും ഒരു അപാകതയും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ മറ്റ് വീഡിയോ സാമ്പിളുകളും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഡയലൈറ്റിൽ ഇൻഡോറിലും ഒക്കെ ഞാൻ എടുത്ത ചില വീഡിയോ സാമ്പിളുകളൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇതിന്റെ ക്യാമറ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒട്ടനവധി ഫീച്ചറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ക്യാമറയുടെ ഭാഗത്ത് മാത്രമല്ല, മൊത്തത്തിൽ ഈ ഫോണിൽ ഒന്ന് സ്പ്ലിറ്റ് സ്ക്രീൻ നമുക്കറിയാം. അത് ഫോൾഡിംഗ് ഫോണുകൾ എങ്ങനെ ടാബുകളിൽ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. 3-4 വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് നൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ഫോണിൽ ഒരു മെയിൻ സ്ക്രീനിൽ ഒരു ഐറ്റം ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ അത് സ്പ്ലിറ്റ് സ്ക്രീനായി മാറും. നമ്മൾ കൈകൊണ്ട് വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ ഇതിൽ മറ്റേ എയർ ജസ്റ്റർ പോലുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരും,
എയർ ജസ്റ്ററുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇതിങ്ങനെ കൈ കൊണ്ടൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഈസി ആയിട്ട് വന്നു നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഫ്ലെക്സ് മോഡ് കൺട്രോൾ, യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് വീഡിയോ കാണുന്ന നേരത്തെ നിങ്ങൾക്ക് താഴെ ഇവിടെ കൺട്രോളുകൾ കാണാം കണ്ടോ. അത് മാത്രമല്ല ഈ ഫോൾഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ടൈം ലാപ്സ് എടുക്കണോ നിങ്ങൾക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ടൈം ലാപ്സ് ആവശ്യത്തിന് എടുത്തോളും. അല്ലെങ്കിൽ അസ്ട്രോ ഫോട്ടോഗ്രാഫി ഇതിങ്ങനെ മുകളിലേക്ക് വെച്ചുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നൈസായിട്ട് അസ്ട്രോ ഫോട്ടോഗ്രാഫി നടത്തിക്കോളും. പിന്നെ നൈറ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ഒരു സ്ഥലത്ത് അനങ്ങാണ്ട് വെച്ചുകൊണ്ട് ഒരു ട്രൈപോഡിന് പകരം വെച്ച് ഇങ്ങനെ വെച്ചാൽ മതി, ഇങ്ങനെ മടക്കിയിട്ട് സുഖമായിട്ട് ഭംഗിയിൽ ഫോട്ടോസ് എടുക്കും. പിന്നെ നമുക്ക് തന്നെ സെൽഫി ഒക്കെ എടുക്കണമെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് മാറി നിന്നുകൊണ്ട് എടുക്കാം, വീഡിയോ എടുക്കാം, എല്ലാം ചെയ്യാനും ഇത് എവിടെയെങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് മാറി നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി മെയിൻ ക്യാമറ ഈ പറഞ്ഞ 50 മെഗാ പിക്സലോ വൈഡ് ആംഗിളോ ടെലിഫോട്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സെൽഫി എടുക്കാൻ സാധിക്കും. സോ മെയിൻ ക്യാമറ കൊണ്ടും സെൽഫി. പിന്നെ കുറച്ച് ചില AI ഫീച്ചറുകളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ നോട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ നോട്ട് നോക്കുമ്പോൾ അവിടെ AI ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ സമ്മറൈസ് ചെയ്യാനോ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ഓപ്ഷൻ വരും. പിന്നെ AI ട്രാൻസ്ക്രിപ്റ്റ്, നമുക്ക് ഒരു ഓഡിയോനൊക്കെ നോട്ടാക്കി തരുന്ന ഒരു പരിപാടി. അതായത് നമ്മൾ ഒരു കോൾ ചെയ്യണം, കോൾ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അതിന് ഇതിന്റെ റെക്കോർഡർ ആപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് ട്രാൻസ്ക്രിപ്റ്റ് കൊടുത്താൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് തരും. പിന്നെ AI സ്ക്രീൻ ട്രാൻസ്ലേഷൻ, അത് വലിയ സംഭവമല്ല, നമുക്ക് എന്നാലും ഇവിടെ കാണാം. ഇപ്പോൾ ഒരു സ്ക്രീനിൽ കുറേ ഇംഗ്ലീഷ് കിടക്കുന്നു, നമ്മളതിൽ ജസ്റ്റ് ഈ AI ട്രാൻസ്ലേറ്റ് സ്ക്രീൻ ട്രാൻസ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ആയി. നമുക്ക് ഏത് ലാംഗ്വേജ് ആണെന്ന് സെലക്ട് ചെയ്യാം, അപ്പോൾ അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സ്ക്രീൻ ട്രാൻസ്ലേറ്റ് അത് ഗൂഗിൾ ലെൻസിന്റെ ഫീച്ചറാണ്, ഇവിടെ സൗകര്യപ്രദമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ഇത് കൂടാതെ 5G ഇഷ്ടംപോലെ 5G ബാൻഡുകളും കാര്യങ്ങളുണ്ട്, ഒരു ടെൻഷനും വേണ്ട. പിന്നെ ഡുവൽ സിം, ഡുവൽ സ്റ്റാൻഡ് ബൈ 2 നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ USB 3.2 ജനറേഷൻ 2 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സംഗതികളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വേറെ ഒരു പരാതി തൽക്കാലം ഇതിൽ പറയാനില്ല. അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷൻ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ഇംപ്രസ്ഡ് ആണ്. പിന്നെ എല്ലാറ്റിനും പുറമെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്, അതായത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. സോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതും ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. സോ മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്നു, അതെല്ലാം ഇന്ത്യസ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ പ്രൈസും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രതീക്ഷിക്കാം. 1,59,999 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10% ഇൻസ്റ്റാന്റ് ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. അത് കൂടാതെ 6 മാസത്തെ 1 ടൈം സ്ക്രീൻ റീപ്ലേസ്മെന്റ്, സ്ക്രീൻ കംപ്ലൈന്റ് വരാണെങ്കിൽ 1 ടൈം നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം 6 മാസത്തിനുള്ളിൽ. ഇത് കൂടാതെ 6,666 രൂപയുടെ നോ കോസ്റ്റ് EMI എടുക്കാൻ സാധിക്കും. പിന്നെ ഫൈനലി സെയിൽ ഡേറ്റ് 13-ാം തീയതിയാണ്, ജൂൺ 13-നാണ്. താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. എന്തായാലും ഫോൾഡ് വിവോ ഇറക്കിയ ഈ ഒരു ഫോൾഡ് ഫോണിനെ സംബന്ധിച്ച് എല്ലാം ബെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം നന്നായിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റിൽ പറയാം. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.